ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് ഒരു കുഞ്ഞ് റെസിപ്പിയും കുറച്ച് വിശേഷങ്ങളും പറയാനാണ് കേട്ടോ. വിശേഷങ്ങളല്ല, ഞാനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ ബോധവതികളും ബോധവാന്മാരുമൊക്കെ ആയിരിക്കും. എന്നാലും എനിക്കുള്ള ഒരു കൊച്ചു കാര്യം ഞാൻ പറയാവേ. നമ്മളെ ആരെയെങ്കിലുമൊക്കെ ചെറിയ പ്രായം തൊട്ട് ഇടം പേരുകൾ, മറ്റു പേരുകൾ വിളിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരാളുടെ കുറവുകളെ വെച്ചിട്ട് എന്തെങ്കിലും പേരൊക്കെ വിളിക്കാറുണ്ടായിരുന്നോ? ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോഴങ്ങനെ ഒരുപാട് പേർക്ക് അതിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ ആരെയെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങളങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് വേദനിപ്പിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുമോ, നിങ്ങൾ ആരെയെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്ന്? എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴേ, ചില ബന്ധുക്കളൊക്കെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനിരിക്കുമ്പോൾ എന്നെ മൊണ്ടിക്കൊച്ച് അല്ലെങ്കിൽ മൊണ്ടിച്ചി എന്നിങ്ങനെ ഒരു കൂസലില്ലാതെ വിളിക്കും കേട്ടോ. അപ്പം ഞാനങ്ങ് വളരെ വിഷമിച്ചിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് വിളിക്കേണ്ടത്. അവരാരും പ്രതികരിച്ചിരുന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാത്തിനും അവരുടെ അടുത്തൊക്കെ ദേഷ്യമുണ്ട്. അതിനൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ടോ? ഞാൻ പിന്നെ വലുതായതിനു ശേഷം എല്ലാം ഞാൻ എതിർക്കും കേട്ടോ. അങ്ങനെ ഒരാളെയും വിളിക്കാൻ പാടില്ല, ഒരാളുടെയും വൈകല്യത്തിൻ്റെയോ കുറവുകളുടെയോ പേരിൽ കേട്ടോ. നമുക്കിന്നൊരു വെറൈറ്റി തക്കാളി ഫ്രൈ ഉണ്ടാക്കാം. മല്ലിയില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് എല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു വെറൈറ്റി റെസിപ്പിയാണേ. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഇടിയപ്പത്തിനൊക്കെ സൂപ്പറാണ്. ആദ്യം നമ്മളൊരു പാത്രം വയ്ക്കുന്നു അടുപ്പത്ത്. പാത്രം ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയെക്കാട്ടിൽ സൺഫ്ലവർ ആയാലും ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഫ്രൈക്ക് വരുന്നത്. സൺഫ്ലവർ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സൺഫ്ലവർ നല്ലതല്ല. ഒലിവ് ഓയിലൊക്കെ ആണെങ്കിലും കൊള്ളാം കേട്ടോ. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊരു തക്കാളി ഫ്രൈ, ടൊമാറ്റോ ഫ്രൈ ആണെങ്കിലും നമ്മളുടേതായ ഒരു രീതിയും കൂടെ ഇതിൽ അവലംബിച്ചിട്ടുണ്ട് കേട്ടോ. എന്നൊരു ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി 2-3 കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തേക്കാം, കുഴപ്പമില്ല. ഇതൊരു 4 സവാളയാണ്, വലിയ സവാളയാണ്. നമ്മളിങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും. നല്ല ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, എനിക്ക് തോന്നുന്നു 15 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 15 വേണ്ട, നല്ല സൂപ്പറാണ് കേട്ടോ. ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കില്ല. ആരും ടൊമാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ, പക്ഷേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഒരു 4-5 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 മതിയേ. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ പറയാൻ കാരണം, അങ്ങനെ എൻ്റെ ആ ബന്ധുക്കളൊക്കെ വിളിക്കുമ്പോൾ ചെറുതിലെ വളരെ വിഷമിച്ചിട്ടുണ്ട്. എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ വിളിക്കരുത് എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അവരും വിചാരിച്ചിരുന്നത് അത് അങ്ങനെ വിളിക്കാം എന്നായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടിയൊക്കെ കുറച്ചായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടി കൂടുതലും, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. മല്ലിപ്പൊടിയൊന്നും എല്ലാവരും ഒന്നും ഇടില്ല, നമ്മളിട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് ഈ 4 സവാളയ്ക്കുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പണ്ട് നമ്മളേന്ന് വീട്ടിലൊന്നും കാശ്മീരി മുളകൊന്നും ഇല്ലായിരുന്നു. നമുക്കൊക്കെ ഈ വറ്റൽമുളക് മേടിച്ച് വറുത്ത് പൊടിക്കുന്നതായിരുന്നു ഈ രീതി കേട്ടോ. അങ്ങനെ അമ്മമാരുണ്ടാക്കി വയ്ക്കുന്ന പിന്നെ ട്രഡീഷണൽ കറി അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ചിലരുടെയൊക്കെ ജീവിതം. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതം കേട്ടോ. മല്ലിയില, കറിവേപ്പില എന്നിവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. പോളി മാസ് ഫ്രൈ ആണേ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയണേ. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് 1 സ്പൂൺ കേട്ടോ. നമ്മുടെ രീതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളതെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിങ്ങനെ ചെയ്യണേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇടംപേരുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. അങ്ങനെ അത് പാടില്ല. അതിന് അവകാശികളല്ല ആർക്കും അങ്ങനെ ആരെയും വിളിക്കാനുള്ള അവകാശമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോളി മാസ് കറി കിട്ടും കേട്ടോ. നല്ല കളർഫുൾ കറിയാണ്. പിള്ളേർക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ.
എനിക്കിത് നമ്മുടെ വഴിയോരക്കടയിൽ നിന്ന് പിന്നെ കിട്ടുന്ന കറിയുടെ ഒരു ഓർമ്മയ്ക്ക് ചെയ്തതാണ് കേട്ടോ. വഴിയോരക്കടയിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ആ ടേസ്റ്റ് അല്ല ഇതിന്, ഇത് വേറൊരു ടേസ്റ്റാണ്. വഴിയോരക്കടയിലെ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ എടുക്കാം. അപ്പോഴത്തേക്കും ഇത് വേറിട്ടൊരു പൊളി ടേസ്റ്റായിട്ട് ഇത് മാറും കേട്ടോ. അല്ല, അടിപൊളിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ നിങ്ങൾ ഇനി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും അങ്ങനെ ഇടം പേരുകളൊന്നും വിളിക്കരുത് കേട്ടോ. അതിനൊന്നും ആർക്കും അവകാശമില്ല. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരല്ലേ കാണുള്ളൂ. അല്ലാത്തവർ ഇനിയിപ്പോൾ ഇത് കാണാൻ പോകണം, കുറേ കണ്ടൻറ്റുകൾ തേടി പോകൂലേ. ഞാൻ ആലോചിക്കാറുണ്ട്, ചില ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടാൽ അപ്പോഴും തന്നെ 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് കണ്ടൻറ്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കണ്ടൻറ്റ് വരുത്താൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കാണുന്നവരടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ഫോട്ടോ കേട്ടോ. സൂപ്പറായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നമ്മളിത് ഇങ്ങനെ ബ്രെഡ് ചൂടാക്കിയാണ് കഴിച്ചത്. നമ്മളാരോടും മോശമായി പെരുമാറില്ല, നമ്മളാരെയും അങ്ങനെ ചെയ്യില്ല എന്നൊരു ദൃഢനിശ്ചയം നമുക്ക് തന്നെ ഉണ്ടായാൽ നല്ലതല്ലേ. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ദീജ.